ചേച്ചി ഒരു സോഡ നാരങ്ങയുള്ള ഉപ്പും പഞ്ചാര. ആ ആ അതെ അതെ, അത് കുഴപ്പമില്ല. സോഡ എടുത്ത ഹലോ ഹായ്. എന്തെങ്കിലും കരയുന്നേ? അല്ല ഈ കരഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. എന്ത് പറ്റി? എൻ്റെ അമ്മയ്ക്ക് സർജറിയാണ്. അമ്മയ്ക്ക് സർജറിയാന്ന് പറയുമ്പം കുട്ടി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അമ്മ ആ സർജറി കഴിഞ്ഞ് റിക്കവർ ആവത്തില്ലേ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, കുട്ടിക്കല്ലല്ലോ സർജറി, അമ്മയ്ക്കല്ലേ. പിന്നെന്താ ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് നല്ല പേടിയാ ചേട്ടാ. എൻ്റെ പെങ്ങളെ, നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരും, നമ്മളതൊക്കെ തരണം ചെയ്ത് പോകണം. എൻ്റെ പെങ്ങളിപ്പം ഹോസ്പിറ്റലൈസിലാണ്, പക്ഷെ ഞാൻ കരയുന്നില്ലല്ലോ, ഞാൻ വിഷമിക്കുന്നില്ലല്ലോ. നമ്മളുള്ളിൽ ഒരുപാട് കാര്യമായിരിക്കും, പക്ഷെ നമ്മളത് പുറത്ത് കാണിക്കരുത് ഒരിക്കലും. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ സന്തോഷിച്ചാണ് ജീവിക്കുക. വിജയ് സാർ പറഞ്ഞ ഡയലോഗ് കേട്ടിട്ടില്ലേ? ചേട്ടനല്ലേ കഴിഞ്ഞ ദിവസം അവാർഡിന്റെ ഫ്രണ്ട് നിന്നിട്ട് കരയുന്ന കണ്ടത്? അത് കരഞ്ഞു, പക്ഷെ നമുക്ക് ചില സമയത്ത് കരച്ചിട്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ കരഞ്ഞു. എനിക്ക് അമ്മയല്ലാതെ വേറെ ആരും ഇല്ല. കുട്ടി കരയാതിരിക്കൂ, നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം. നമ്മള് ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ലേ കുട്ടി. ഇനി പൊന്നെ ചേട്ടാ, ഞാൻ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ഫ്രഷ് ലൈം സോഡ മതിയേ. പച്ചവെള്ളം വാങ്ങി കുടിച്ചാൽ മതി. പിന്നെ ഇങ്ങോട്ട് വന്നു. ഈ കരച്ചിലൊന്നും ഒരു പരിഹാരമില്ലല്ലോ. ഇവരാരോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ കരയിപ്പിച്ചൊന്നുമില്ല ചേട്ടാ, നമ്മുടെ അയൽവാസിയാണ്. അയൽവാസിയോ? ഇങ്ങനൊരു അയൽവാസി എനിക്കറിയത്തില്ലല്ലോ. അമ്മച്ചി കിളി കിടക്കുന്ന റൂമില്ലേ, അതിന്റെ രണ്ടപ്പുറത്തെ റൂം, അവിടുത്തെ ഒരു അമ്മയുടെ മോളാ. നീ അവളുടെ അടുത്ത് മോശമായിട്ട് പറഞ്ഞത്? ഞാൻ മോശമായിട്ട് സംസാരിച്ചൊന്നുമില്ല. പിന്നെ കൊച്ചിന്റെ അമ്മയ്ക്ക് സർജറി, ഓപ്പറേഷൻ, ഇതിന്റെ വിഷമത്തിൽ ആ കൊച്ചിരുന്ന് കരഞ്ഞ. ഞാൻ കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത്. നീയാ ആദ്യം നീ സ്വയം തന്നാണ്, എന്നിട്ട് ബാക്കിയുള്ള മോട്ടിവേഷൻ കൊടുത്തു. സത്യമായിട്ടും കൊടുത്ത്. വിജയ് സാറിന് ഡയലോഗ് പറഞ്ഞു, കിൽ ദം വിത്ത് സക്സസ്. ഓ, നീ അങ്ങ് പോ. എവിടെ പോയി? എവിടെ പെമ്പിള്ളേരെ കണ്ടാലും ഓടിച്ചെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പെമ്പിള്ളേർ എന്താ പറയുന്നത്? ഞാൻ പെമ്പിള്ളേരെ കണ്ട് വന്നൊന്നുമല്ല. നീ പെമ്പിള്ളേരായിട്ട് സംസാരിക്കാൻ നീ ഇങ്ങോട്ട് ഇറങ്ങ. ഇതൊക്കെ പറയുന്ന ചത്തി എന്റെ കുഴപ്പമല്ല, എന്തോ ഇഷ്ടമാണ് പെമ്പിള്ളേർക്ക് എന്റെ ഞാൻ അങ്ങനെ സംസാരിച്ചാലും മോട്ടിവേഷൻ കൊടുക്കും. സോഡാകൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഡ നീ വേല ഈ വഴിക്കൊന്നും കാണരുത് കേട്ടോ. സിസ്റ്ററെ, ബില്ല് ഇംഗ്ലീഷ് വന്നു. മുഴുവൻ അടയ്ക്കുന്നുണ്ടോ? 14,200. 14,200 അല്ലേ? ഒരു സെക്കൻഡ്. ഹലോ, ബില്ല് പടയ്ക്കുന്നുണ്ടോ? അടയ്ക്കുന്നുണ്ട്. എത്രയാന്ന് പറഞ്ഞ? 14,200. കുറച്ച് പൈസ ഉണ്ട്, ഞാൻ കൊടുത്തോളാം. എന്ത് ഞാൻ ആവശ്യത്തിനൊക്കെ പൈസ ചെലവാക്കാറുണ്ട് കേട്ടാ. അച്ഛാ, ബാങ്കിലേക്ക് പേയും കൂടി ലേബർ റൂമിലേക്ക് മാറ്റി. ആണോ? ആ